എന്ന് പറഞ്ഞവര് ഇന്നത്തെ രണ്ട് വായനകൾ നമ്മൾ വായിച്ചു കേട്ടത് അന്ത്യനാളുകളെ കുറിച്ചുള്ള ഒരു പ്രബോധനമാണ്. അവിടെ ഈ രണ്ട് വായനകളിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ വഴി തെറ്റരുത് എന്നുള്ളതാണ് അല്ലെ. അന്ത്യനാളുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് പ്രബോധനങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ നൽകും. അല്ലെങ്കിൽ വ്യാജ പ്രവാചകന്മാരൊക്കെ നിങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ ഈശോ നമ്മളോട് പറയുകയാണ്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഒരുപാട് ദുരന്തങ്ങളെ കുറിച്ചും യുദ്ധങ്ങളെ പറ്റിയും കിംവദന്തികളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷെ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടെന്ന് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. ഒന്ന്, നിങ്ങൾ ആരും വഴി തെറ്റിക്കരുത്. രണ്ട്, നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാന ദിനത്തിനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഈശോ പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ആകുലരാകേണ്ട, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അലട്ടാതിരിക്കട്ടെ. ഒന്നിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, മറിച്ച് നിങ്ങൾ ഒരുങ്ങിയിരിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഇന്ന് ലോകം അവസാനിക്കും, നാളെ ലോകം അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. എന്ന് ലോകം അവസാനിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഒരുങ്ങിയിരുന്നാൽ മതി എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ അന്ത്യദിനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അത് മുന്നിൽ കണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.